ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ശ്രീജിത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു മാജിക്കാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഈ മാജിക് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്കും പഠിക്കാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു നോക്കൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചീട്ട് എങ്ങനെ വെർട്ടിക്കലായി നിർത്താം എന്ന് നമുക്ക് നോക്കാം. ചീട്ട് വെർട്ടിക്കലായി നിർത്തി അതിനു മുകളിൽ ഗ്ലാസ് വെക്കാം. ഒരു ചീട്ടിന് മുകളിൽ എങ്ങനെയാണ് ഗ്ലാസ് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്? നിങ്ങൾക്ക് അത്ഭുതമായി തോന്നുന്നില്ലേ? ഈ ഒരു ചീട്ടിന് മുകളിൽ എങ്ങനെ ഗ്ലാസ് നിൽക്കുന്നു എന്നതല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. ഈ മാജിക് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ: ആദ്യം ഒരു ചീട്ടെടുക്കുക. അതേപോലെയുള്ള വേറൊരു ചീട്ട് കൂടി എടുക്കുക. കൂടെ ഒരു എക്സ്ട്രാ ചീട്ട് കൂടി എടുക്കുക. നമുക്ക് ഈ മാജിക് ചെയ്യാൻ 3 ചീട്ടുകൾ ആവശ്യമാണ്. 2 എണ്ണം ഒരുപോലെയുള്ളതും 1 എണ്ണം വ്യത്യസ്തമായതും. ഒരേപോലെയുള്ള കാർഡിൻ്റെ ചിഹ്നവും നമ്പറും ഒരുപോലെ ഉണ്ടാവണം. ഇത് കൂടാതെ വേണ്ട സാധനങ്ങൾ: നല്ല ക്ലീനായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് അടപ്പെടുക്കുക. ഒരു ഗ്ലാസും എടുത്തു വെക്കുക. ഈ അടപ്പിൽ പേസ്റ്റ് പരുവത്തിലുള്ള പശ ഒഴിക്കുക. പശ തേക്കുന്നതിന് വേണ്ടി ഒരു ഇർക്കിളി കഷ്ണം കൂടി ആവശ്യമാണ്. നമ്മുടെ അടുത്തുള്ള 3 കാർഡിൽ നിന്നും വ്യത്യസ്തമായ 2 കാർഡുകൾ എടുത്തു വെക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ച പശയും അതിനടുത്ത് തന്നെ വെക്കുക. ഈ 2 കാർഡിൽ നിന്നും നേരത്തെ ഒരുപോലെ ഉണ്ടായിരുന്ന ആ കാർഡ് കമഴ്ത്തി വെക്കുക. ഈ കമഴ്ത്തി വെച്ച കാർഡിന് പുറത്തേക്ക് ഇർക്കിളി ഉപയോഗിച്ച് പശ മുക്കിയെടുത്ത്
കാർഡിൻ്റെ മധ്യഭാഗത്തായി മുകളിൽ നിന്ന് താഴേക്ക് തേക്കുക. നല്ലതുപോലെ പശ കിട്ടുന്ന രീതിയിൽ വേണം തേക്കാൻ. കാർഡിൻ്റെ പിറകിൽ പശ തേച്ച് റെഡിയായി. ഇനി അടുത്ത കാർഡ് എടുത്ത് അതിൻ്റെ സൈഡ് കാണുന്ന രീതിയിൽ പിടിക്കുക. ഈർക്കിളി എടുത്ത് പശയിൽ മുക്കി കാർഡിൻ്റെ സൈഡിൽ തേക്കുക. ഇനി കാർഡ് ചെരിച്ചു പിടിച്ച് അടുത്ത സൈഡിൽ പശ തേക്കുക. നല്ലതുപോലെ പശ തേച്ച് പിടിപ്പിച്ച കാർഡ് നേരത്തെ പശ തേച്ച് വെച്ച കാർഡിൻ്റെ പുറത്ത് നടുക്കായി ഒട്ടിക്കുക. ഈ രണ്ട് കാർഡും തമ്മിൽ ഒട്ടുന്നതുവരെ, അതായത് സെറ്റാവുന്നതുവരെ പിടിച്ചു നിർത്തുക. ഇനി നമുക്ക് മാജിക്കിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ മാറ്റിവെച്ച, അതായത് പശ തേക്കാത്ത കാർഡുണ്ടല്ലോ, അത് വേണം കാണികളെ കാണിക്കാൻ. ഈ കാർഡിൻ്റെ രണ്ട് വശങ്ങളും കാണിക്കുക. മുൻവശവും ബാക്ക് വശവും കാണിക്കുക. അങ്ങനെ ഈ കാർഡിൽ ഒരു തരത്തിലുമുള്ള കള്ളത്തരമില്ല എന്ന് കാണികളെ ബോധ്യപ്പെടുത്തും. ഇനി നമ്മൾ ഒട്ടിച്ചുവെച്ച കാർഡ് വേണം മേശപ്പുറത്ത് വെക്കാൻ. അത് കുത്തനെ നിർത്തണം. ഇവിടെ കാണികൾക്ക് അതിൻ്റെ മുൻവശം മാത്രമേ കാണാൻ സാധിക്കാൻ പാടുള്ളൂ. ഇതാ ഈ രീതിയിലാണ് മേശപ്പുറത്ത് കാർഡ് ഉണ്ടാകേണ്ടത്.
കാർഡിൻ്റെ എല്ലാ വശത്തുനിന്നുള്ള കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? ഇനി ഈ കാർഡിന് മുകളിൽ ഗ്ലാസ് വെക്കുക. ഇതാ കാർഡിന് മുകളിൽ ഗ്ലാസ് നിൽക്കുന്നു. ചീട്ടും ഗ്ലാസും ഉപയോഗിച്ചുള്ള ഈ മാജിക് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ പഠിച്ചില്ലേ? ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതാ ഈ തെളിഞ്ഞു വരുന്ന വീഡിയോകൾ ക്ലിക്ക് ചെയ്യൂ. YouTuber Sreejith. Like, share, comment, subscribe and check description.